ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ മഴക്കാലമൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല തണുപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോൾ അത് നോക്കി ഇപ്പോഴും നല്ല ചാറ്റിലുണ്ട്, ഞാൻ വെളിയിലിറങ്ങി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടു വേണം, നമ്മൾ കൃഷിത്തോട്ടം ഉണ്ടായിരുന്നു. കൃഷിത്തോട്ടത്തിൻ്റെ വീഡിയോ നേരത്തെ കണ്ടവർക്കൊക്കെ കാര്യം മനസ്സിലായി കാണാം. നമ്മുടെ കൃഷിത്തോട്ടം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുറ്റിപ്പയറെന്നും പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ കുറ്റിപ്പയറിൽ ഈ വള്ളി വീശി തുടങ്ങും. അപ്പോൾ വള്ളി തോരനൊക്കെ വെക്കാനായിട്ട് കിഡു ഐറ്റമാണ്. ഞങ്ങൾ നേരത്തെ ഇവിടെ കൃഷി ചെയ്ത സമയത്ത് ഞങ്ങൾ തോരനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ പോയിട്ട് ആ പയറിൻ്റെ വള്ളിയൊക്കെ ഒന്ന് പറിച്ച് നമുക്ക് തോരൻ വെക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ മഴയൊക്കെ ഉള്ള കാരണം കുടയെല്ലാം ആയിട്ട് പപ്പയും മമ്മിയും അല്ല മാളൂട്ടിയും സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയേക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരം പറയാറുള്ളൂ, എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണുണ്ടല്ലോ, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവരതേ കുടയൊക്കെ എടുത്ത് സെറ്റായി, ചെറിയ ചാറ്റൽമഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ ഇന്ന് നേരത്തെ ആ കൃഷിയുടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കയറി കാണുക. അപ്പം ഒട്ടും സമയം കളയുന്നില്ല, അപ്പോൾ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് പോകാം. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലാണ്. നോക്കിയേ, പപ്പയും മാളൂട്ടിയും കൂടെ ആ ഒരു കുറ്റിപ്പയറിൻ്റെ ആ തളിരില്ല, അതാ നോക്കിയേ, ആ ഒരു വള്ളി വീശി തുടങ്ങിയ ആ ഒരു വള്ളി ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ ആ ഒരു കപ്പയും നമ്മുടെ ഈ ഒരു കുറ്റിപ്പയറും ഇടകലർത്തിയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ആ കപ്പയുടെ ഇടയ്ക്കും നമ്മൾ ആ സെറ്റ് ചെയ്യുന്നത്. അത് നോക്കിയാൽ ഇത്രയും തന്നെ നമുക്കിപ്പോൾ കിട്ടി, ഇനിയും കുറച്ചുകൂടിയൊക്കെ പറിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്കുള്ള നമ്മുടെ ആ ഒരു പയറിൻ്റെ വള്ളിയെല്ലാം എന്തെങ്കിലും നമ്മൾ പറിച്ചത് സെറ്റാക്കിയത് ഇത്രയും ഉണ്ട് നമ്മൾ ഇന്നത്തേക്കുള്ളത്. നമ്മൾ ഇന്നിപ്പോൾ പറിച്ചതാണിതാ പയറ് വള്ളി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പയറും പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് നമുക്ക് ഇന്ന് കിട്ടിയ നമ്മുടെ ആ ഒരു പയറിൻ്റെ വള്ളി, അതായത് പയറിൻ്റെ തളിരില എന്നൊക്കെ പറയും. ആ ഒരു വള്ളിയാണ് നമ്മൾ ഇത്ര സെറ്റ് ചെയ്തത്. അപ്പോൾ അത് പറിക്കാൻ പോയതിൻ്റെ കൂടെ നമുക്ക് പയറും പറിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പച്ചപ്പയർ, നല്ല നീളമുള്ള 1 മീറ്റർ പയർ എന്നൊക്കെയാണ്. അപ്പോൾ ആ പയർ നമ്മളൊരു 3-4 കെട്ടും, അതും കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ വൻപയറിൻ്റെ പച്ച സ്റ്റേജാണ്, അതും നമ്മൾ പറിച്ചെടുത്തത്. അപ്പോൾ 2 ദിവസം ഇടവിട്ട് നമുക്ക് ഇത്രയും സാധനം പറിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ പോയിട്ട് മിനിങ്ങാന്ന് ഞങ്ങൾ പറിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് പറിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കിട്ടി. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ഈ ഒരു പയർ ഞങ്ങൾ ഇന്നിപ്പോൾ കറി വെക്കുന്നില്ല. അപ്പോൾ ഈ വള്ളി, നമ്മുടെ പയറിൻ്റെ വള്ളി വെച്ച് നമ്മൾ തോരൻ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ആ പയറിൻ്റെ വള്ളി നന്നായിട്ട് കഴുകി അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ കളഞ്ഞതാ മമ്മി ചെറുതായിട്ട് അത് അരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചീരയൊക്കെ അരിയാൻ തോരൻ വെക്കുമ്പോൾ അരിയത്തില്ല, അതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പകുതി വള്ളി അരിഞ്ഞപ്പോൾ തന്നെ ഇത്ര ഒരു പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം അത്രയും മതി. ആ ഒരു പ്ലേറ്റ് നമ്മൾ ആ പയറുവള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ് ലേശം എടുത്തിട്ടുണ്ട്. അതുപോലെ സവാള, നമ്മുടെ പച്ചമുളക്, അതുപോലെ കൊച്ചുള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളിയും അതും കൂടെ ഒന്ന് ചെറുതായിട്ട് ചതച്ചത് അത്ര എടുത്തു. അതുപോലെ തേങ്ങാപ്പീര, തേങ്ങ ചിരവിയത്, അതുപോലെ നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ ഇത്ര ഐറ്റംസ് മതി. നേരെ നമ്മുടെ പരിപാടിയിലേക്ക്.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകിയത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് ഇത്തിരി ഉപ്പും അതുപോലെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട വരത്തില്ല. പെട്ടെന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് സെറ്റായി വരുമ്പോഴത്തേ എന്താ നോക്കിയാൽ ഇതുപോലെ വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുഴഞ്ഞും പോരുന്നത്. അപ്പോൾ ആ ഒരു പരുവം കണക്കെടുത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് പരിപ്പ് വേവിച്ചെടുക്കുക. ഓക്കെ, പരിപ്പ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞാൽ ഈ ഒരു പരുവത്തിലാക്കി അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ വേറൊരു പാത്രം എടുത്താൽ അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ നന്നായിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇടുമ്പോൾ പടപടാന്ന് കടുക് പൊട്ടും. അപ്പോൾ നമ്മൾ ഈ ഇലക്കറിക്കൊക്കെ സാധാരണ നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കാറുണ്ട്, ചെറിയൊരു കടി കിട്ടാനായിട്ട്, ഈ ഉഴുന്നിൻ്റെ ചെറിയൊരു കടി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ലേശം ഉഴുന്നും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി സെറ്റ് ചെയ്ത് വെച്ച് ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ഇടാം. അപ്പോൾ അതൊന്ന് സെറ്റായി. അപ്പോൾ നമുക്ക് വറ്റൽമുളക് ഞാൻ 2-3 ഞാൻ ചെറുതായിട്ട് പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടും, പക്ഷേ പേടിക്കേണ്ട. അപ്പോൾ കറിവേപ്പില, നമ്മുടെ വറ്റൽമുളക്, ഇത്തിരി ചുവന്നുള്ളി, കൊച്ചുള്ളിയും കൂടെ നമ്മളിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മുടെ പച്ചമുളക്, ഞാൻ ലേശം പച്ചമുളക് കൂടുതൽ ഇടുന്നുണ്ട്. കാര്യം നമ്മൾ ഇതിനകത്ത് സെപ്പറേറ്റ് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് നമ്മുടെ സവോള അതും അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് മൂത്ത് കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാം സംഭവം സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു പയറിൻ്റെ വള്ളി ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ തിരുമ്മി വെച്ചിട്ട് നമ്മുടെ തേങ്ങാപ്പീര അതും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കളറിന് വേണ്ടി ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് എല്ലാവരും നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ എടുത്ത് വെച്ചിരുന്ന പരിപ്പും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി വെന്ത് വന്നു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കുക, അടച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആ മൂടി പതുക്കെ ഒന്ന് തുറന്ന് നോക്കി ആഹാ നല്ല ആവി പറക്കുന്ന നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മുടെ ആ പയറിൻ്റെ വള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട്. ആ ഒരു ഫ്രഷ്നെസ്സിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ആ ഒരു ഫ്രഷ് സാധനത്തിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു മണമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം സെറ്റായി. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റുവാണ്. നല്ല തണുപ്പുമുണ്ട്, നല്ല ആവി പാറുന്നുണ്ട. അപ്പോൾ അടിപൊളി സാധനമാണ്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും നമ്മുടെ പറമ്പിൽ തന്നെയുള്ള സാധനമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ പലർക്കും ഇതിനെപ്പറ്റി അറിയായിരിക്കും, പലർക്കും അറിയില്ലായിരിക്കും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പയറിൻ്റെ വള്ളി വെച്ചുള്ള ഈ ഒരു തുറന്ന് വെച്ചാൽ നല്ല കിടുക്കാൻ സാധനമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ സ്ഥിരം പറയുള്ളൂ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് എനിക്ക് 100% അറിയാം. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക. അപ്പം പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ഐക്കൺ ഉണ്ടല്ലോ, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കിടുക്കാൻ കുറേ വീഡിയോ ആയിട്ട് വരുന്നവരെ ആൽ ബി സൈനിങ് ഓഫ്. ബൈ ബൈ.